ഹായ് ഗായ്സ്. അപ്പോൾ കെട്ടിയവൻ രാവിലെ തന്നെ കെട്ടിയവൻ്റെ പണി ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് ഒന്ന് ചെറിയായിട്ട് പെയിൻ്റ് അടിക്കാൻ, കെട്ടിയവൻ തന്നെ അടിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ പന്തൽ പണിക്കാർ വന്ന് പന്തൽ മൊത്തം കംപ്ലീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്കുവാവയുടെ ഓരോ കളികളാണ്. മിറ്റൽ കിടക്കണ കണ്ടപ്പോൾ വാരാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്കുവാവയ്ക്ക്. ഇങ്കുവയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത രീതിയിലാണ് ഇങ്കുവാവ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് ഒന്ന് അങ്കമാലി വരെ പോകാമെന്ന് വെച്ചു. ഇതാണ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഭാവിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കടയിൽ നിന്ന് ഭാവിക്ക് ഇഷ്ടപ്പെട്ടുള്ള ചെരുപ്പ് കിട്ടിയില്ല. കുറേ കട കയറേണ്ടി വന്നു ഭാവിക്ക് ലാസ്റ്റ് ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിച്ച് പിന്നെ ഭാവിക്ക് ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേയുടെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങിയത് നേരെ ചെരുപ്പ് കടയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാവിക്ക് പാകത്തിന് ഭാവിക്ക് ഇഷ്ടപ്പെട്ട നല്ല ചെരുപ്പായിരുന്നു. എങ്ങനെയുണ്ട് ഭാവിയുടെ ചെരുപ്പ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇപ്പോൾ സ്റ്റുഡിയോയിലേക്കാണ്. കെട്ടിനൊരു പാൻറ്റ് എടുക്കണമായിരുന്നു. ഇത് പുതിയ പാൻറ്റ് ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്രായമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത കടയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ വാവയുടെ ഡ്രസ്സ് തൂങ്ങിക്കിടക്കണ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞ രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. എന്താ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതവിടെ വെച്ച് വാവിനെ ഇടിയിച്ചും കൂടി നോക്കിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. അയ്യോ നല്ല രസമായിരുന്നു. വാവയ്ക്കും ഇഷ്ടപ്പെട്ടു. വാവ ഡ്രസ്സ് ഊരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കോലഞ്ചേരി വീട്ടിൽ നിന്ന് അച്ചായും അമ്മച്ചനീത്തിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോ പ്രിൻ്റ് തൂക്കലായി ഓരോരുത്തരുടെ പരിപാടികൾ. ഒരാൾ തുളയ്ക്കും, ഒരാൾ നൂല് കയറ്റും, ഒരാൾ തൂക്കിയിടും. അങ്ങനെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് ബർത്ത്ഡേ വിശേഷമായിട്ട് നാളെ കാണാം. ടാറ്റാ.